പാത്തുവോ, ഇജ്ജ് എന്തിനാ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിക്കണത്? ഓൾ എഞ്ചിനീയർ ആക്കണം എന്നുള്ള എനിക്കൊരു വാശിയാണ്. ഇജ്ജ് വാശി പിടിച്ചിട്ടെന്താ? ഓക്ക് തോന്നണ്ടേ? ഓക്ക് അങ്ങനെ തോന്നാന് ഒരു കൂടോത്രെങ്കിലും ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കണേ. നോക്ക്, അന്നെ ഞമ്മള് മട്ടി വെട്ടുന്നവര് വെട്ടിക്കാളൂ. അല്ല പിന്നെ ഓളൊരു കൂടോത്രോ? അല്ലേ, നിങ്ങക്ക് എന്താകാനതിന് പൂതി? ഞമ്മക്ക് പൈലറ്റ് ആവാനേനി പൂതി. അതിനുള്ള ലുക്കൊക്കെ ഞമ്മക്ക് ഉണ്ടേനി. പക്ഷേങ്കിൽ നമ്മുടെ ബാപ്പാക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായില്ല. അതുകൊണ്ട് പ്ലെയിൻ പറപ്പിക്കണ്ട ഞമ്മളിപ്പോ MIT പറപ്പിച്ചോണ്ടിരിക്കുക. അല്ല, ഞമ്മക്കിപ്പോ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളെ മോളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അതിനിടയ്ക്ക് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് ജോളെന്തിനാ പ്രാന്ത് പിടിപ്പിക്കണത്? പാത്തുവോ, അനക്കാരാവനെ ഇഷ്ടോ? എനിക്ക് മദർ തെരേസയെ പോലെ പാവങ്ങളെ രോഗികളെ ഒക്കെ സഹായിക്കാൻ അതിന് ആഗ്രഹോ. ഞാനൊരു പാവത്തിനെ സഹായിക്കണമെന്ന് വിചാരിച്ചു കുത്തിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്ന് കെട്ടിയത്. അതോടെ എല്ലാ സ്വപ്നങ്ങളും തീർന്നി. അല്ല, ഞമ്മളെന്നെ കെട്ടിന്ന് വിചാരിച്ചിട്ട് പാവങ്ങളെ സഹായിക്കാൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? കെട്ടിക്കഴിഞ്ഞാ പിന്നെ പാവങ്ങളെ സഹായിക്കലൊന്നും നടക്കൂല. ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നിന്നാലേ പാവങ്ങളൊക്കെ സഹായിക്കാൻ തോന്നുള്ളൂ. വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെയാണ്. അല്ല, ജി പിന്നെന്താ ഞമ്മളെ അംസന്റെ വീട്ടില് മോള് ജയിച്ച വകയിൽ ലഡു കൊടുക്കാഞ്ഞേ? അംസന്റെ ആടിയേ, അംസന്റെ മോനെ 10ാം ക്ലാസ്സിൽ പാസ്സായില്ലേനു. അന്നപ്പോ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും ലഡു കൊടുത്തി. ഞമ്മളെ പൊരയില് മാത്രം 50 സെന്റ് കുക്കീസ്. അങ്ങനെ അംസ ഞമ്മളെ ലഡു തിന്നണ്ട. എന്തായാലും ഞമ്മളെന്നെ കെട്ടിയ നന്നായി. ഇല്ലെങ്കിൽ പാവങ്ങളും രോഗികളൊക്കെ ദുരിതത്തിലായിനിവിടെ. ഏരാണ്ട കൊഞ്ചട ലൈറ്റ് ഓഫ് ആക്കിട്ട് വന്ന് കിടക്കാൻ നോക്ക്. ഓളോട് എന്തെങ്കിലും നല്ല വർത്താനം പറഞ്ഞാൽ മനുഷ്യനെ ഭ്രാന്ത് പിടിക്കൂ. മദർ തെരേസ, സത്യം പറയാലോ, എനിക്ക് ഈ വക്കീൽമാരെ കാണുന്നതേ പേടിയാ. സൈത്താന്മാര് വരുന്ന പോലെ ലോല് വരുന്നത്. ഞമ്മളെ ഗവൺമെന്റിനോലെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? എന്താക്കാനാ? അല്ല, നല്ല കളറുള്ള ഏതെങ്കിലും ഡ്രസ് ആക്കണോ? പൈക്കാമഞ്ഞോ, ചാണകപ്പച്ചോ, പൊന്മാനീലോ, അങ്ങനത്തെ എന്തെങ്കിലും കണ്ണിന് കുളിർമുള്ള ഡ്രസ് ആക്കണോ? ഇതേതോ സേത്താങ്കോട്ടയിൽ നിക്കണ പോലെ കോടതിയിൽ പോയാലി. എന്റെ ഉമ്മ, കറുപ്പെന്ന് പറഞ്ഞാല് അത് അധികാരത്തിന്റെയും ശക്തിയുടെയും നീതിക്ക് വേണ്ടി പോരാടാനുള്ള ആത്മവിശ്വാസത്തിന്റെയും നിറമാണ്. അതുകൊണ്ടാണ് കുപ്പായ ഇങ്ങനെ കറുപ്പാക്കിയത്. എന്താണെങ്കിലും ഇഷ്ടല്ല. ഞാൻ ചെറുപ്പത്തില് പൊരേന്റെ അടുത്ത് ഒരു വക്കീലുണ്ടായിരുന്നു. ഒരു തടിച്ച വക്കീല്. സാധനത്തിന് കാണുമ്പോഴത്തെ ഭ്രാന്തടിക്കുന്നു. രാത്രിയിൽ ഓന്റെ കറുത്ത കുപ്പായിട്ട രൂപം കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴും ഞെട്ടിണീക്കാനു. അപ്പൊ അതാണ് എന്റെ പ്രശ്നം. എന്റെ മനസ്സിൽ ചെറുപ്പത്തിലെ വക്കീലന്മാരുടെ ഒരു വെറുപ്പുണ്ട്. അതാണ് ഈ മോളെ മേലെ കിട്ടി കയറുന്നത്. എനിക്ക് ആ വർഗത്തിന് പേടിയാണ്, വെറുപ്പാണ്. എല്ലാരും ശാപം വാങ്ങി വെക്കണ പണിയല്ലേ ഈ വക്കീൽ പണി എന്ന് പറഞ്ഞാല്. കല്ല് വെച്ച നുണ പറയുന്നതിനനുസരിച്ചിട്ടാണ് ശമ്പളം. കൂടുതൽ നുണ പറയുന്നവർക്ക് കൂടുതൽ പൈസ. അങ്ങനത്തെ പൈസ കുടുംബത്തിൽ വായൂല. നീ അതിന് അങ്ങനത്തെ വക്കീലാവണ്ട. ഇത് അഡ്വക്കേറ്റ്, സത്യത്തിന് നീതിക്ക് വേണ്ടി പോരാടുന്ന അഡ്വക്കേറ്റ്. അങ്ങനെ ഒരുപാട് അഡ്വക്കേറ്റുമാരുണ്ടല്ലോ. മോൾ അങ്ങനെ അടിവക്കറ്റ് ആണ്ട. എഞ്ചിനീയർ ആയാ മതി. നല്ല AC റൂമിൽ കറങ്ങണ കസേരയമ്മ കുത്തിരിക്കാൻ എന്ത് സുഖാണ്. ഇത് കറുത്ത കുപ്പായിട്ട് ആകെയല്ല. മോൾ അങ്ങനെ കഷ്ടപ്പെടാൻ ഉമ്മ സമ്മതിക്കൂല. എനിക്ക് ആ കഷ്ടപ്പാട് ഇഷ്ടാണെങ്കിലോ? അങ്ങനെ എന്നെ കഷ്ടപ്പെടാൻ ഉമ്മ സമ്മതിക്കൂല എന്നാണ് പറഞ്ഞത്. നിങ്ങളെല്ലാരും ഇവിടെ ഞാൻ കുറെ നേരം ബെല്ലടിച്ചു. എന്റെ മോനെ പ്രശ്നം. ഞാൻ നാളെ പോവാ. അവിടെ ജോലിയായി. അല്ല മോനെ, ഈ എഞ്ചിനീയറിംഗിനല്ലേ പഠിച്ച്? അതെ. കണ്ടു പഠിക്ക്. ഞാൻ പറയുമ്പോ ആർക്കും കണ്ടു പഠിക്കൂല. അത് കണ്ടില്ല ഓരോരുത്തർ പോയിട്ട് രക്ഷപ്പെടാൻ പോണത്. അല്ല, എനിക്ക് എന്ത് പണി അറിയുമ്പോ അവിടെ ഡ്രൈവിംഗ് അയക്കാ. കൊറേ കഷ്ടപ്പെട്ടു അത് കിട്ടാൻ. അതെന്താ എഞ്ചിനീയർ പണി കിട്ടിയില്ല എനിക്ക് അവിടെ? എഞ്ചിനീയറിംഗിന്റെ പണി കിട്ടണമെങ്കിൽ അത് പാസ്സാവണ്ടേക്കാ. 22 പേപ്പർ ഇനിയുണ്ട് കിട്ടാൻ. എനിക്ക് ഫാഷൻ ഡിസൈനർ ആകാനായിരുന്നു ഇഷ്ടം. ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ചേർന്നത് തന്നെ. അത് ഇങ്ങനെയായിപ്പോ. എന്നാ പോട്ടേക്കാ, ഞാൻ നാളെ പോവാട്ടോ. നന്നായിട്ട് പോവാ മോനെ. ശരിക്കാ. എങ്ങനെയുണ്ട്? എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഡ്രൈവറിന്റെ പണിക്ക് പോവാൻ പോലെ. അതോ നീ വിജയിക്കാനുള്ള ബുദ്ധി മുടി കണ്ടിട്ട്. എന്റെ ഉമ്മ, എഞ്ചിനീയറിംഗിന്റെ വിജയ ശതമാനം വളരെ കുറവാ. നല്ല ശതമാനം കുട്ടികളും തോറ്റു പോവാ.
അവരവർക്ക് ഇഷ്ടമില്ലാത്ത പഠിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഓന്റെ പാത്തോ ഈ നമ്മളെ മോളെ ഇഷ്ടത്തിനൊന്ന് സമ്മതിച്ചു കൊടുക്കൂല. ഞാൻ മയ്യത്തായാലും സമ്മതിച്ചു കൊടുക്കൂല. കുറച്ചു ദിവസം മുന്നേം കൂടി ഞാൻ കണ്ടിട്ടേ ഉള്ളു ആ വക്കീലിനെ എന്റെ സ്വപ്നത്തില്. എനിക്ക് വെറുപ്പാണ് വക്കീൽമാരോട് ട്ടോ. ഞാൻ സമ്മതിക്കൂല. 2 അഡ്വക്കറ്റുമാരും കൂടി ഈ വക്കറ്റ് താത്തയെ കൊണ്ടുപോരി. ഞാൻ സമ്മതിക്കൂല. ആ നിങ്ങൾ മോഹിക്കണ്ട കേട്ടോ. ഈ ബേജാറോണ്ടിരിക്കും മോളെ. പഠിച്ചോനെന്തെങ്കിലും ബൈ കാണിച്ചു തരൂ. ഓളൊരു കാര്യം പക്കറ്റ് പിടിച്ചോട്. ഓക്ക് ഇടക്കിടക്കുള്ള പ്രശ്നമാണിത്. LLBക്ക് അങ്ങാനും പോയാല് അന്റെ മുട്ടുകാൽ ഞമ്മള് തല്ലി ഒടിക്കൂ. ഓ എന്നെ LLBക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ LLBക്ക് ഒളിച്ചോടും. LLBക്ക് ഒളിച്ചോടി പോവേ. അന്നെ നമ്മൾ ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ. ഈ പൊരയിലെ കാട്ടി നടക്ക്. എന്റെ പൊന്നു മോനെ, അതിനെക്കാട്ടി വെട്ടിക്കെട്ട് സാധനം വന്നിട്ടുണ്ട്. ഹലോ, ഒന്ന് വൈറ്റ് ചെയ്യണേ. പ്ലസ് കിട്ടിയതിന് നമുക്ക് ചെലവൊന്നുമില്ലേ? കണ്ടാൽ ഒമ്പേ വളരെ പറഞ്ഞോ. തിരിഞ്ഞു നോക്കാൻ നടന്നൂടി. നിനക്കൊന്നും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ലടാ. സ്ത്രീകളെ കമന്റ് അടിക്കുന്നതും ശല്യം ചെയ്യുന്നതും എന്തിന് മോശമായ രീതിയിൽ നോക്കുന്നത് പോലും കുറ്റകരമാണ്. IPC 345, 346, 347, 348, 349, 350 വകുപ്പുകൾ പ്രകാരം നീയൊക്കെ അകത്താടാ. ഓ ഇപ്പൊ പെങ്ങള് നിങ്ങളൊക്കെ അഴി എണ്ണിക്കാൻ ഇതാടാ ഒരൊറ്റൊരു ഫോൺ കോൾ മതി. ഞാൻ 100 ഡയൽ ചെയ്യട്ടെ. അല്ലെങ്കിൽ വേണ്ട 1091 വനിതാ സഹായ സെല്ല്. പിന്നെ നിന്റെയൊക്കെ കാര്യം കട്ടപ്പോഹാ ഗോവിന്ദ. ഈ വഴിയിൽ വന്ന് കുത്തിരിക്കുന്ന സമയത്തും പെണ്ണുങ്ങളെ കമന്റ് അടിക്കുന്ന സമയത്തും വേറെ എന്തെങ്കിലും പണിക്ക് നിങ്ങൾക്ക് പോയിക്കൂടെ? ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്ക. ഇനി ഈ ഭാഗത്തേക്ക് നിങ്ങളെ കണ്ടാലുണ്ടല്ലോ 100 ഞാൻ ഡയൽ ചെയ്യും. എന്നെ അറിയാലോ. തൽക്കാലത്തേക്ക് ഒരു സോറി പറഞ്ഞിട്ട് പോയിക്കോ. നിന്റെ വണ്ടി എടുത്തിട്ട് പൈസ തടിയനെ കൂടെ അല്ല. എനിക്ക് കേസിന്റെ നമ്പറൊക്കെ എങ്ങനെ കിട്ടി? അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഉമ്മ. ശരിക്കുള്ള നമ്പറൊക്കെ പഠിക്കണമെങ്കിലേ LLBക്ക് പോണം. അന്നെ ഞമ്മളൊരു വക്കീലാക്കും. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് പഠിക്കുമ്പോഴേ പഠിച്ച വെടുപ്പായിട്ട് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. എഞ്ചിനീയറിംഗിന് പോലെ ഈ എഞ്ചിനീയറായി പോവും. അന്നില്ല ഞമ്മളൊരു വക്കീലിനെ കാണുന്നുണ്ട്. ഈ വക്കീലായ മതി. അന്റെ ഇപ്പോഴത്തെ പ്രകടനാണ് അന്നെ വക്കീലിലേക്ക് നയിച്ചത്. അല്ലെങ്കിൽ എന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. കുറെ കാര്യങ്ങൾ ഇനിയും പഠിക്കാണ്ടി. കോടതിയുടെ മുന്നാക്കി സത്യം മാത്രമേ നമ്മൾ ബോധിപ്പിക്കൂ. പിന്നെ ഒബ്ജക്ഷൻ ഓർഡർ അങ്ങനെ കുറെ ഇങ്ങനെ സിനിമയിൽ നമ്മൾ ഇങ്ങനെ കാണില്ലേ. അതൊക്കെ പഠിച്ച് വലിയ കേസുള്ള റസി വക്കീലാണോ? അങ്ങനെ അവസാനം ഉമ്മാക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തിരി വൈകി പോയി മോളെ. എന്നാലും ഉമ്മ ഒടുവിൽ സമ്മതിച്ചല്ലോ. ഇനിയിപ്പൊ ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം എന്ന് പറയുമ്പോ ഉടക്കായിട്ട് ഇങ്ങോട്ട് വരാൻ നിക്കല്ലേ. അനക്ക് പറ്റെങ്കില് അന്നെ കൊണ്ട് കൂട്ടിയാ കൂടെങ്കില് ഈ പോയിട്ട് പഠിച്ചിട്ടേ ഡയലോഗിന്റെ അടുക്കതാ ബീപ്പ് ബീപ്പ് എന്ന് പറഞ്ഞ സിനിമ എടുക്കാനാണെങ്കിൽ ഈ പോണ്ട ഇവിടെ തന്നെ കുത്തിയിരുന്നോ. മോളെ, അന്റെ ഉമ്മാനെ നമ്മള് കല്യാണം കഴിക്കുമ്പോഴേ തരാന്ന് പറഞ്ഞ ശ്രീധനവും മുയിമ ഇതുവരെ തന്നിട്ടില്ല. ഇജ്ജ് പഠിച്ച് പാസ്സായിട്ട് വേണോ ഉമ്മാക്കെതിരെ ഞമ്മക്കൊരു കേസ് കൊടുക്കാൻ. എന്താണ് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും IPC 358, 456, 777, 228 അങ്ങനെ ഏതൊക്കെ നമ്പർ പ്രകാരം കുറ്റകരമാണ്. അതുകൊണ്ട് ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ഈ കോടതിയോട് താഴ്മ കേമയായി അപേക്ഷിക്കുകയാണ്. മോളെ, നമ്മൾ ആ കേസ് പിൻവലിച്ചു. അല്ലോ ഒരു താടി പഠിക്കണമെങ്കിൽ എന്തൊക്കെ കേക്കണോ എന്റെ ബായിന്ന്. ബ്ലേഡ് കൊണ്ട് കൊടൽമാല പുറത്തു വരെ. ബ്ലേഡ് എന്താ കത്തിയും കൊടുവാളിട്ട? കത്തിയും കൊടുവാളൊക്കെ തന്നെയാ മുസക്ക ബ്ലേഡുകാരുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഈ മുറ്റത്ത് തിരിഞ്ഞ് കളിക്കാൻ ഇവിടുന്ന് പോയായിരുന്നീ. പലിശ കിട്ടുന്ന ഉറപ്പില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോകൂല. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ബ്ലേഡുകാരുടെ അഴിഞ്ഞാട്ട് ഞാൻ സമ്മതിക്കില്ല. കടലാസ് മുറിച്ചാ മുറിയാത്ത ബ്ലേഡ് കൊണ്ടൊക്കെയാണ് പാത്തു ഈ ഞരമ്പ് മുറിക്കാൻ നോക്കിയത്. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം. കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം. കണ്ട
കണ്ടാൽ ഒരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ MIT മൂസ ഇവൻ MIT മൂസ ഇവൻ MIT മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴനാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ